എൻ്റെ അടുത്തുള്ള ഒരാളിനെ ഒരു ശ്വാസം മുട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അവർക്ക് വേണ്ടി ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു, ഒരു കയറെടുത്ത് വെച്ചു, പ്രാർത്ഥിച്ച് അവരുടെ അസുഖം മാറ്റണേ, അവർക്ക് ആശ്വാസം കൊടുക്കണേ. മാറ്റാൻ പറ്റത്തില്ല, പക്ഷെ ഭയങ്കര അത്ഭുതം പോലെയാണ്. പണിയൊന്നുമില്ലാണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ ഗുരുവായൂരപ്പനോട് വെച്ച് എന്താണ് ഒരു ജോലിയൊന്നുമില്ല, എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്തണം വെച്ചിട്ട് ഇങ്ങോട്ട് കയറി ദിവസം അറന്നു കൂലിയില്ല. ഇപ്പം സമാധാനമായിട്ടിരിക്കണം, വീട്ടിലെ കാര്യങ്ങളൊക്കെ സുഖമായിട്ട് പോകുന്നു. കൂടെ ഉണ്ട്, തീർച്ചയായിട്ടും കൂടെ ഉണ്ട്. എപ്പോൾ വിഷമം, എന്താവശ്യം ഇനി വേറെ ആൾക്ക് അതിനെക്കാട്ടും പ്രത്യേകമായിട്ട് ഞാൻ എൻ്റെ ജോലിയുടെ പ്രശ്നം ഉണ്ടായിരുന്നു, ഭഗവാനോടൊന്ന് പറഞ്ഞ പോലെ തന്നെ എൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തന്നു. എൻ്റെ മക്കളുടെ കാര്യങ്ങൾ പറഞ്ഞു, അതെല്ലാം സാധിച്ചു തന്നു. ഞങ്ങളെ ഭഗവാൻ ഭയങ്കര ചുറ്റിത്തിരിച്ച് ഞങ്ങളെ വല്ലാതെ ഒരു ബുദ്ധിമുട്ടിലേക്ക് കഴിച്ചു. പക്ഷെ ലാസ്റ്റ് എന്നാലും അമ്മ ആഗ്രഹിച്ചിട്ട് അല്ലെങ്കിൽ ഭഗവാനോട് പറഞ്ഞ കാര്യം നടന്നു തോന്നുന്ന ഏതെങ്കിലും ഒരു സന്ദർഭം? ഞാൻ എൻ്റെ ജോലിയുടെ പ്രശ്നം ഉണ്ടായിരുന്നു, ഭഗവാനോടൊന്ന് പറഞ്ഞ പോലെ തന്നെ എൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തന്നു. എൻ്റെ മക്കളുടെ കാര്യങ്ങൾ പറഞ്ഞു, അതെല്ലാം സാധിച്ചു തന്നു. പിന്നെ ഇന്നാണെങ്കിൽ ഇവിടെ വന്ന് ഭഗവാനെ കാണാൻ പറ്റണം, പർദ്ദസാരിയെ തൊഴാൻ പറ്റണം എന്ന് വിചാരിച്ചു, മമ്മിയൂര് പോകണമെന്ന് വിചാരിച്ചു, അത് പറ്റി, സുഖമായിട്ട് തൊഴാൻ പറ്റി. അങ്ങനെ 100 അനുഭവം. എപ്പോൾ വിളിച്ച് പ്രാർത്ഥിച്ചാലും അപ്പം തന്നെ മനസ്സിൽ വരുന്ന ഒരു ഇതാണ്, അപ്പം തന്നെ നമ്മുടെ കാര്യത്തിന് നിവൃത്തി ഉണ്ടാകും ഭഗവാൻ എന്ന് പറയുന്നത്. കൂടെ ഉണ്ട്, തീർച്ചയായിട്ടും കൂടെ ഉണ്ട്. എപ്പോൾ വിഷമം, എന്താവശ്യം ഇനി വേറെ ആൾക്ക് അതിനെക്കാട്ടും പ്രത്യേകമായിട്ട് എൻ്റെ അടുത്തുള്ള ഒരാളിനെ ഒരു ശ്വാസം മുട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അവർക്ക് വേണ്ടി ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു, ഒരു കയറെടുത്ത് വെച്ചു, പ്രാർത്ഥിച്ച് അവരുടെ അസുഖം മാറ്റണേ, അവർക്ക് ആശ്വാസം കൊടുക്കണേ. മാറ്റാൻ പറ്റത്തില്ല, പക്ഷെ ഭയങ്കര അത്ഭുതം പോലെയാണ്. ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ അവർക്ക് ചെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഒത്തിരി കുറവുണ്ട്. അതിനുശേഷം അവർ ഒരു ക്രിറ്റിക്കലായിട്ട് ഇത് എടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് പോയിട്ടില്ല. അതാണ് എന്നെ ഏറ്റവും കൂടുതൽ ആണോന്ന് പറയാൻ പറ്റത്തില്ല, ഭയങ്കരമായിരുന്നത്. അതേപോലെ വേറെ ആൾക്ക് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് അവരിതുവരെ വന്നിട്ടില്ല ഗുരുവായൂർ, കാരണം പേഷ്യൻ്റാണ് ഓൾറെഡി. മക്കളൊക്കെ ഒരു മകനുണ്ടായ ഡെത്താണ്, അങ്ങനെ ഒരു സിറ്റുവേഷൻ ജീവിക്കുന്നതാണ്. അപ്പോൾ അവർക്ക് വേണ്ടി അത് ഇന്നും ഞാൻ അവർക്ക് വേണ്ടി കയറെടുത്ത് വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവർക്കത് മാറേണ്ട അതാണ്. അങ്ങനെ ചെയ്യാൻ തോന്നിച്ചല്ലോ, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാനല്ലേ വരുന്നത്. ഞാൻ എനിക്ക് വേണ്ടി വരില്ല, എൻ്റെ അടുത്തുള്ള ആരെങ്കിലും വിഷമിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ എന്നേക്കാളും പെട്ടെന്ന് അവർക്ക് റിസൾട്ട് കിട്ടുന്നത് എനിക്ക് ബോധ്യപ്പെടുന്നത്. അതുകൊണ്ടായിരിക്കും അമ്മയുടെ കാര്യങ്ങളും ഭംഗിയായിട്ട് ഭഗവാൻ ചെയ്തിട്ടില്ല. അങ്ങനെയാണ്. അതുകൊണ്ട് ഒരിക്കലും ഒരു വർഷത്തിൽ വരണമെന്ന് ആഗ്രഹിച്ചാൽ 3, 4, 5, 6 പ്രാവശ്യം ഈ മാസത്തിൽ ഇനി നെക്സ്റ്റ് വീക്കിൽ വരുന്നുണ്ട്. എല്ലാം ഭഗവാൻ എപ്പോഴും കൊണ്ടുണ്ട്. ഭഗവാൻ എപ്പോൾ വിഷമിച്ച് വിളിച്ചാലും ഭഗവാൻ അന്നേരം അതിനൊരു ആശ്വാസം തരും. കേൾക്കുമ്പോൾ ഞങ്ങൾക്കും സന്തോഷം. അപ്പോൾ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ, എല്ലാം ഭംഗിയായിട്ട് നടക്കട്ടെ. പ്രാർത്ഥിച്ചിട്ട് എന്തെങ്കിലും നടന്ന കാര്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും? ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ നമുക്ക് ഭയങ്കര ഒരു അനുഭവം ഉണ്ട്. പറഞ്ഞോളൂ, കുഴപ്പമില്ല. ഞങ്ങളെ ഭഗവാൻ ഭയങ്കര ചുറ്റിത്തിരിച്ച് ഞങ്ങളെ വല്ലാതെ ഒരു ബുദ്ധിമുട്ടിലേക്ക് കഴിച്ചു. പക്ഷെ ലാസ്റ്റ് നമ്മൾ ഭഗവാനെ കാണാണ്ടോ തിരിച്ചു പോയത്. അതൊരു വിഷമായി. അതൊരു വിഷമായി. പിന്നീട് വന്നിട്ട് കാണാൻ പറ്റുമോ? പിന്നെ വരുന്നത് ഇന്നാണ്. ഇന്ന് അല്ലേ? എന്തായാലും ഇന്ന് നമ്മളവിടെ തിരക്കുണ്ടോ ഇല്ലയോ ഒന്നും എനിക്ക് അറിയില്ല. ഇന്നലെ നമ്മൾ കുറെ അനുഭവം ചോദിച്ചാൽ എല്ലാവരും ഭംഗിയായിട്ട് കണ്ടു എന്നാ പറഞ്ഞു. ആന്നോ? ഇന്ന് കാണാൻ പറ്റും. നമ്മൾ പ്രാർത്ഥിച്ചിട്ടാ വരുന്നത്. കാണാൻ പറ്റട്ടെ, ഭഗവാൻ ഒന്ന് കാണണം. അതെ, ഭയങ്കര തിരിച്ചു പോകണം. വിശ്വാസമാണ്. എന്തേലും ആഗ്രഹിച്ച എന്തേലും കാര്യം പറഞ്ഞിട്ട് സാധിപ്പിച്ചു തന്നു തോന്നിയിട്ടുണ്ടോ? ആഗ്രഹിച്ച കാര്യം അങ്ങനെ എനിക്കറിയില്ല, പക്ഷെങ്കിൽ എന്തെല്ലാം ഉണ്ട് എനിക്ക് അനുഭവം. അതെ, വിചാരിക്കുന്ന സമയത്തൊക്കെ കൂടെ ഉണ്ടായിട്ടുണ്ട്. വരാറുണ്ട്. എവിടെയാ സ്ഥലം? എവിടെയാ? കണ്ണൂര്. അപ്പൊ അവിടുന്ന് ഇതിനായിട്ട് വരുന്നതാണല്ലേ. അപ്പൊ എന്തായാലും കാണാൻ പറ്റട്ടെ. തിരിച്ചു വരണം. ഞമ്മക്ക് ഇന്ന് പോകണം തിരിച്ചിട്ട്. നമ്മളിവിടെ നിൽക്കുന്നില്ല, ഇന്ന് കാണാൻ പറ്റണം. അതാ പ്രതീക്ഷയിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. കാണാൻ പറ്റട്ടെ. ശരി. നല്ല ഐശ്വര്യമായിട്ടിരിക്കുന്നു. മനസ്സിന് എന്ത് തോന്നി? മനസ്സിന് നല്ല സന്തോഷമാണ്. എപ്പോഴും വീണ്ടും വരാനുള്ള ആഗ്രഹം തോന്നി. അതെ, വരണേ, ഞാൻ നോക്കും. ഇത് തന്നെ അമ്മ പറഞ്ഞ അതേപോലെ തന്നെ ഇടും. ഭഗവാനെ സ്നേഹിക്കണ ഒരുപാട് ഭക്തജനങ്ങളുണ്ട്, അപ്പൊ അവർക്കായിട്ട് ഇടുന്നതാണ്. എപ്പോഴും വന്ന് കാണാനുള്ള ഭാഗ്യം ഉണ്ടാകട്ടെ. അമ്മ വന്നാലും മതിയാകില്ല. അതെ, ഭഗവാൻ അങ്ങനെയാണ്. എങ്ങനെ കണ്ണനെ കാണുന്നത്? കുഞ്ഞു കണ്ണനായിട്ടാണോ അതോ ഗുരുവായൂരപ്പൻ? ഏതാ ഇഷ്ടം അമ്മയ്ക്ക്? എല്ലാം ഇഷ്ടമാണ്. എല്ലാ ലീലകളും ഇഷ്ടമാണ്. എല്ലാം ഇഷ്ടമാണ്. എവിടുന്നാ വരണേ? തിരുവനന്തപുരം. അപ്പൊ വർഷത്തില് വരെ അങ്ങനെ?
അനുഭവം കുറെ അനുഭവങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ? ഭഗവാനെ മനസ്സറിഞ്ഞ് വിളിക്കുമ്പോ സന്തോഷം. സന്തോഷാണ്. സങ്കടങ്ങളായാലും ഇതിനൊരു ഇതുണ്ടാവും. ശരി ശരി. ദൈവത്തിന് ഒരു വിളിയെ വിളിക്കണ്ട്, പൈസ കയ്യിലാണ്. അതെ. എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും വിളിക്കുമ്പോ കൂടെ ഉണ്ട്. ഇപ്പൊ അടുത്ത് എന്തെങ്കിലും നടന്ന് അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടിയിട്ട് നിൽക്കുന്ന സമയത്ത് പണിയൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ ഗുരുവായൂരപ്പനോട് ചോദിച്ചു, എന്താണ് ഒരു ജോലിയൊന്നുമില്ല, എന്നെ എങ്ങനെ കഷ്ടപ്പെടുത്തണം വെച്ചിട്ടോ ഇങ്ങോട്ട് കയറി ദിവസം 600 കൂലിയുണ്ട്. ഇപ്പൊ സമാധാനമായിട്ടിരിക്കണം, വീട്ടിലെ കാര്യങ്ങളൊക്കെ സുഖമായിട്ട് പോകും. പിന്നെ ഈ നടയിൽ തന്നെ അല്ലേ അതെ അതെ, ഗുരുവായൂരപ്പൻ നോക്കിയോട് തന്നെ കിട്ടി. അപ്പോൾ അത് വലിയ സന്തോഷമായി. ഇപ്പം എത്രയായി ജോലി കിട്ടിയിട്ട്? ഒരു മാസം കുറച്ച് ദിവസം മുന്നേ ഇവിടെ ഉണ്ടായിരുന്നു. പോയിട്ട് ആ അവിടെ നിന്ന് ഒരു കടയിൽ പോയപ്പോൾ അവിടെ സുഖമില്ലാണ്ട് കണ്ടെൻ്റെ വീട്ടിൽ വന്നു. അപ്പോൾ ഇപ്പോൾ സന്തോഷമാണ്. അപ്പോൾ എന്ത് കാര്യത്തിനും ഭഗവാൻ കൂടെ ഉണ്ട്. എന്താ ഭഗവാൻ എത്ര ഇഷ്ടമാവാൻ കാരണം? നമ്മൾ ദൈവമല്ലേ. ദൈവമാണ്. അല്ല, മറ്റു ദൈവങ്ങളെ വെച്ച് നോക്കുമ്പോൾ കണ്ണനോടൊരു ഇഷ്ടം ഈശ്വര ദൈവേ ഗുരുവായൂരപ്പ അങ്ങനെയല്ലേ വിളിക്കുക. അതങ്ങനെ വിളിച്ച് ഇതായി. എവിടെ വീട് എവിടെയാ? നമ്മുടെ അടുത്ത് തൈക്കാട്. അതല്ല. അപ്പോൾ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ, എല്ലാ കാര്യങ്ങളും നന്നായിട്ട് നടക്കട്ടെ. ശരി. ഗുരുവായൂരപ്പനുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളും കഥകളും എത്ര പറഞ്ഞാലും തീരില്ല. അത്രത്തോളം ഉണ്ട് ഭഗവാന്റെ മഹത്വങ്ങൾ. എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ഈ അനുഭവ കഥകൾ? എല്ലാ ഭക്തർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. കൂടുതലായും ഗുരുവായൂരപ്പനിലേക്ക്, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട കണ്ണനിലേക്ക് നിങ്ങൾ കുറച്ചുകൂടി അടുത്തു വന്ന് ഞങ്ങൾ കരുതുകയാണ്. ഭക്തജനങ്ങളുടെ, ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തരുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അതെന്തു തന്നെയായാലും താഴെ കമൻറ്റിൽ എഴുതുവാൻ മറക്കണ്ട കേട്ടോ. ഒരു കാരണവശാലും മടിക്കരുത്. ഇനിയിപ്പോൾ ഒന്നും എഴുതാനില്ല എങ്കിൽ പോലും ഭഗവാന്റെ നാമങ്ങൾ എഴുതിക്കൊള്ളുക. നിങ്ങൾക്കും ഇതേപോലെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ, കൃഷ്ണാനുഭവങ്ങളോ ആരാധിക്കുന്ന മൂർത്തികളുമായിട്ട് ബന്ധപ്പെട്ട അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട് എങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും നമ്മുടെ ഒഫീഷ്യൽ നമ്പറില്ലേ, അതിലേക്ക് ഒരു മെസ്സേജ് അയച്ചാൽ മതി. അനുഭവങ്ങൾ ഞങ്ങൾ തീർച്ചയായും വായിക്കുന്നതാണ്. നമ്മുടെ ചാനലിലും അല്ലെങ്കിൽ വാട്സപ്പ് കൂട്ടായ്മയിലും ഒക്കെ ഇടുന്നതായിരിക്കും. അതെല്ലാം കേൾക്കുമ്പോൾ മറ്റുള്ള ഭക്തജനങ്ങൾക്കും ഒരു അനുഭൂതിയാണല്ലോ, അല്ലെങ്കിൽ അവർക്കും കൂടുതലായും ഭഗവാനിലേക്ക് അടുക്കുവാനുള്ള അവസരമാണ് ഇതുവഴി ഭക്തരൊരുക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും മടിക്കേണ്ട. നിങ്ങളുടെ അനുഭവ കഥകൾ തീർച്ചയായും എഴുതി അറിയിച്ചു കൊള്ളുക. ശരി, അപ്പോൾ വേറെ ഒന്നുമില്ല. എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത ക്ഷേത്ര വീഡിയോകളും ഇതേപോലെയുള്ള കൃഷ്ണാനുഭവങ്ങളും വഴിപാട് കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം. ഭഗവാൻ ആ കള്ളക്കണ്ണൻ എല്ലാ ഭക്തരെയും 2 കൈയും നീട്ടി ഈ വേളയിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. കാണാം, പകലാം. നന്ദി, നമസ്കാരം.